നോക്കിയവനെ ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ദൈവത്തിന് നമ്മളുള്ള സ്നേഹം, യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം നമ്മളെ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങള് എന്താണെന്നാണ് ഞങ്ങൾ നിങ്ങളോട് ഘോഷിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധ വെച്ച് കേൾക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. റാന്നി സ്വദേശികളായിരിക്കും ഞങ്ങള്. ഈ നിങ്ങളുടെ ചെവികളിലേക്ക് ഈ ദൈവസ്നേഹം നിങ്ങളോട് വർണ്ണിക്കേണ്ടതിന് വരുമ്പോഴേ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഒരു കാര്യം മനസ്സിലാകാം. നമുക്കൊക്കെ ഒരു കാര്യം മനസ്സിലാക്കാം. പലപ്പോഴും നമ്മുടെ ബാല്യ കൗമാര കാലങ്ങളിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, പലപ്പോഴും നമുക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. അപ്പന്റെ കയ്യിൽ നിന്ന്, അമ്മയുടെ കയ്യിൽ നിന്ന്, സഹോദരന്മാരുടെ കയ്യിൽ നിന്ന് നോക്കുകയും പലപ്പോഴും നമുക്ക് സ്നേഹം ലഭിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ സ്നേഹം ലഭിക്കാതിരുന്നത് വഴി പല കുട്ടികളും പിൻകാലങ്ങളിൽ തെറ്റായിരിക്കുന്ന കൂട്ടുകെട്ടിൽ അകപ്പെടുകയും പല കുട്ടികളും ക്രിമിനലുകളായിട്ട് തീരുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. കുഞ്ഞുനാളിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയാൽ മനുഷ്യന്റെ ഹൃദയം കഠിനപ്പെട്ടു പോവുകയും അവന് മറ്റുള്ളവരോട് കരുണ കാണിപ്പാൻ കഴിയാതെ വരികയും ചെയ്തു. അപ്പോൾ നമ്മുടെ പഴയ കുഞ്ഞുനാളിന്റെ ജീവിതം ഓർത്തു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ ചില തകർച്ചകള്, അമ്മയപ്പന്മാർ തമ്മിലുള്ള വഴക്കുകള്, എന്ന് മാത്രമല്ല മദ്യപാനിയായിരിക്കുന്ന പിതാക്കന്മാരുള്ള വീട്ടിൽ അനുഭവിച്ച കുട്ടികൾ പിൻകാലങ്ങളില് അവര് കഠിന ഹൃദയന്മാരായിട്ട് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ എന്താണ്, ഒരു മനുഷ്യനെ യഥാർത്ഥമായിട്ടും സൗമ്യതയിലും സ്നേഹത്തിലും മനസ്സലിവിലും അവന്റെ ജീവിതം രൂപാന്തരം ചെയ്യപ്പെടുന്നത് കുഞ്ഞുനാളിൽ അവന് കിട്ടുന്ന സ്നേഹ വാത്സല്യങ്ങളാണ്. എന്നാൽ പ്രിയപ്പെട്ട ദുഃഖകരമായിരിക്കുന്ന അവസ്ഥ എന്താണ്, പല കുടുംബങ്ങളിലും കുഞ്ഞുനാളിൽ അവരുടെ മാതാപിതാക്കൾക്ക് ഇവർക്ക് സ്നേഹം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ പലവിധമായിരിക്കുന്ന കാരണങ്ങൾ, കഠിനമായിരിക്കുന്ന ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ചില ഭവനങ്ങള് അമ്മയപ്പന്മാർ ഒരുപക്ഷെ കുഞ്ഞുനാൾ തന്നെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ വീട്ടിലാക്കിയിട്ട് അവർ ഉപജീവന മാർഗം നേടി ദൂരദേശങ്ങളിലേക്കോ അല്ലെങ്കിൽ തൊഴിൽശാലകളിലൊക്കെ പോകുന്നു. അവരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളെ പരിപാലിപ്പാൻ കഴിയാത്തവണ്ണം അവരൊക്കെയും പലപ്പോഴും ആ കുഞ്ഞുങ്ങൾ തെറ്റായിരിക്കുന്ന കൂട്ടുകെട്ടിൽ അകപ്പെട്ട് കൃത്യമായിരിക്കുന്ന ഉപദേശം ലഭിക്കാതെ അവർ പലരും ദുഃഖത്തിലേക്ക് കടന്നു പോവുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യം എന്താണ്, സ്നേഹം എന്നൊരു കാര്യമാണ്. അപ്പോൾ സ്നേഹം എന്നൊരു കാര്യം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഒരു യഥാർത്ഥ മനുഷ്യനായിട്ട് തീരുവാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് യേശുക്രിസ്തുവിന്റെ നാമം പറയുമ്പോൾ അതിനൊരു ചരിത്രമുണ്ട്. നോക്കി, ഇനി സ്നേഹത്തെ പറ്റി തന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, ഞങ്ങൾ ജയിൽ അറകളിൽ പോയിട്ട് സുവിശേഷം പ്രസംഗിക്കാറുണ്ട്. ജയിൽ അറകളിൽ പോയി സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നോക്ക് പ്രിയപ്പെട്ടവരെ, ആ ജയിൽ അറകളിൽ ആരാണ് കഴിയുന്നത്? കൊലപാതകികളുണ്ട്, അതിനകത്ത് കള്ളന്മാരുണ്ട്, തെറ്റായിരിക്കുന്ന വഴികൾ സഞ്ചരിച്ച വ്യക്തിത്വങ്ങളുണ്ട്. അവരൊക്കെ അവരുടെ തെറ്റുകളെ കോടതി കണ്ടെത്തിയത് വഴി പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കോടതി അവരുടെ തെറ്റുകളെ തിരിച്ചറിഞ്ഞത് വഴി അവരെ ജയിലിലാക്കിയിരിക്കുകയാണ്. നമ്മൾ പലരും ജയിലിൽ കിടക്കാത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ തെറ്റുകളെ പോലീസ് കണ്ടില്ല, നമ്മുടെ തെറ്റുകൾക്കെതിരെ ആരും കേസ് കൊടുത്തില്ല. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇവിടെ കഴിയും, ഞങ്ങൾ ഉൾപ്പെടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജയിലുകളിൽ കിടക്കുന്നവരോട് ഞങ്ങൾ സുവിശേഷം പറയുമ്പോഴേ അവര് കരയാറുണ്ട്. കാരണം എന്താണ്, ഒരു കൊലപാതകയായിരിക്കുന്നവൻ, ഒരു ദുർനടപ്പുകാരൻ ജയിലറുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ ഇത്? ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകും. ഇവർ തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മക്കൾക്ക് പോലും അവരോട് വെറുപ്പാണ്, ഭാര്യമാർക്ക് അവരോട് വെറുപ്പാണ്. പ്രിയപ്പെട്ടവരെ, അവരൊരു കാര്യം മനസ്സിലാക്കി, ഞങ്ങളൊരു കൊലപാതകയാണ്, ഞങ്ങളെ സ്നേഹിപ്പാൻ ആരുമില്ല. കൊലപാതകയായിരിക്കുന്ന ഒരു മനുഷ്യന് പോലും ആഗ്രഹം എന്താണെന്നറിയാം, എന്നെ സ്നേഹിപ്പാൻ ആരുണ്ട്, എന്നെ സ്നേഹിപ്പാൻ ആരുണ്ട്. എന്റെ പ്രസംഗം കേൾക്കുന്ന വഴിത്തളിക്കലും വീടുകളിൽ ഇരിക്കുന്നവരെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ എല്ലാവരുടെയും പലവട്ടമുള്ള നമ്മുടെ ചോദ്യമാണ്, എന്നെ സ്നേഹിപ്പാൻ ആരുണ്ട്? പലരുടെയും വേദന ഇതാണ്, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല. ഒരു ഭാര്യ കേഴുന്നു, എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല. ഒരു ഭർത്താവ് കേഴുന്നു, എന്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ട് ബഹുമാനമില്ല. ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ നിലവിളിക്കും, ഞങ്ങളുടെ വീട്ടിൽ സ്നേഹത്തിന്റെ യാതൊരു ലാഞ്ചനയും കാണുന്നില്ല, അമ്മയപ്പന്മാർക്ക് ഞങ്ങളോട് സ്നേഹമില്ല, സ്കൂളിൽ ചെന്ന ടീച്ചറിന് എന്നോട് സ്നേഹമില്ല. പ്രിയപ്പെട്ട, ഇങ്ങനെ സ്നേഹമില്ലായ്മയിൽ മനുഷ്യർ നശിച്ചു പോകുമ്പോഴേ ഞങ്ങൾ ഈ ജയിലറിൽ കിടക്കുന്ന പാപം ചെയ്തവരോട് പറയും, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ അവരുടെ കണ്ണുകൾ വിടലും. ഞങ്ങളെ സ്നേഹിപ്പാൻ ഒരു വ്യക്തിയോ, ഞങ്ങളെ പോലെ പാപികളെ സ്നേഹിപ്പാൻ ഒരു വ്യക്തിയോ? ഞങ്ങൾ പറയുമുണ്ട്. അത് ഞങ്ങളെ സ്നേഹിച്ച ഒരുവൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അവരോട് പറയും, നിങ്ങൾ ജയിലറിൽ കിടക്കുന്നുവെങ്കിൽ ഞങ്ങൾ പുറത്ത് നിൽക്കുന്നു, നമ്മൾ രണ്ടുപേരും ഒരുപോലെ പാപം ചെയ്തവരാണ്. നിങ്ങളെക്കാളും മെച്ചമായിരിക്കുന്ന ഒരു വ്യക്തികളല്ല ഞങ്ങള്, നിങ്ങളെക്കാളും നല്ലവരായിരിക്കുന്ന വ്യക്തികളുമല്ല ഞങ്ങള്. പക്ഷെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, ജയിലറിൽ കിടന്നു കഴിഞ്ഞാലും തെരുവോരങ്ങളിൽ കിടന്നാലും സ്നേഹമില്ലാതെ അറിഞ്ഞാലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ദൈവസ്നേഹമാണ്. അതെങ്ങനെയാണ് അവൻ നമ്മളെ സ്നേഹിച്ചത്? നമ്മൾ പാപികളായിരിക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുമ്പോൾ, യേശുക്രിസ്തുവിനെ നിഷേധിച്ചും പരിഹസിച്ചും നടക്കുമ്പോൾ, ദൈവമല്ലാത്തതിനെ ആരാധിച്ചുകൊണ്ട് ലോകത്തിൽ നമ്മൾ ദൈവമില്ലാത്തവരായിട്ട് നശിച്ചു പോകുമ്പോൾ, കള്ളു കുടിച്ച് നീ കള്ളു ഷാപ്പിലെ ഓടകളിൽ നിന്റെ അന്തി ഉറങ്ങുമ്പോൾ ഒരു സ്വരം കേൾക്കാം, കുഞ്ഞെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപത്തിലായിരിക്കുമ്പോൾ പോലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്. നോക്ക്, പിന്നെ യഥാർത്ഥമായിട്ട്
കാണിക്കുന്ന ഒരു അപ്പന്റെ സ്നേഹം എന്താണ്? ഭൂമിയിലെ അപ്പന്മാരും മക്കളെ സ്നേഹിക്കുന്നവരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ആ മക്കൾ പാപം ചെയ്യുമ്പോഴും അവരെ സ്നേഹിക്കുന്ന ഒരു പിതാവിനെ പോലെ നമ്മുടെ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ച ഒരു ദൈവമുണ്ട്. അപ്പോൾ നമുക്കൊരു ചോദ്യം ചോദിക്കാം. ദൈവം സ്നേഹമാണല്ലോ, ഞങ്ങൾ പറയുന്നു ദൈവം സ്നേഹമാകുന്നത്. ദൈവം സ്നേഹമാകുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കഷ്ടങ്ങള്? ദൈവം സ്നേഹമാകുന്നെങ്കിൽ ലോകത്തിൽ യുദ്ധം ഉണ്ടാകുന്നത് എന്താണ്? ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം, 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ എന്താണ് അനാഥരാകുന്നു, പലരെന്താണ് കൊല്ലപ്പെടുകയാണ്. ദൈവം സ്നേഹമാകുന്നുവെങ്കിൽ ഇതിന്റെ കാര്യം എന്താണ്? പ്രിയപ്പെട്ട നമ്മുടെ തെറ്റിദ്ധാരണ നിമിത്തം ആ സ്നേഹവാനായിരിക്കുന്ന ദൈവത്തെ നിങ്ങൾ നിഷേധിക്കല്ലേ. പ്രിയപ്പെട്ട മനുഷ്യനൊരു ചരിത്രമുണ്ട്. എന്തുകൊണ്ടാണ് ഭൂമി കഷ്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്? നീ പുറമെ സന്തോഷവാനും ചിരിക്കുന്നവനും മറ്റുള്ളവരുടെ മുമ്പിൽ ഉന്നതഭാവം കാണിക്കുന്നവനും മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്നവരും ഒക്കെയാണ് തെരുവോരങ്ങളില്. പക്ഷെ നിന്റെ ഏകാന്തതയിൽ നീ എന്തുമാത്രം കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നീ പണിശാലയിൽ കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോൾ നീ സന്തോഷവാനാണ്, തമാശ പറയുന്നു. പക്ഷെ നീ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് തീരുമ്പോൾ എന്തുമാത്രം ദുഃഖത്തിൽ കൂടിയാണ് നീ കടന്നു പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത അനേക തെറ്റുകളെ പറ്റിയുള്ള കുറ്റബോധങ്ങള്, നമ്മുടെ ആ കടബാധ്യതകള്, നാളെ പറ്റിയുള്ള വിചാരങ്ങള്, മക്കളെ ചൊല്ലിയുള്ള കണ്ണുനീര്, പ്രിയപ്പെട്ട കുടുംബ തകർച്ചകള്, രോഗങ്ങള്, മരണഭീതികള്, എന്തുമാത്രം ദുഃഖത്തിൽ കൂടിയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുവിശേഷത്തെ നിങ്ങൾ ആരും എതിർക്കല്ലേ. നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുന്ന ഈ ദൈവസ്നേഹത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ വേദനയ്ക്ക് കാരണം എന്താണ്? നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട്. ദൈവം സ്നേഹമാണെങ്കിൽ എന്തുകൊണ്ട്? പ്രിയപ്പെട്ടവരെ, ദൈവമല്ല എന്റെ ഉത്തരവാദി. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കണ്ണുനീരിന്റെ ഉത്തരവാദി ദൈവമല്ല പ്രിയപ്പെട്ടവരെ. പിന്നെ എന്താണ്? യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് ഇങ്ങനെ ഒരു ഉപമ പറയുവാനിടയായി. അതെന്താണ് ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ആ 2 മക്കളായിരിക്കുന്നവർ എന്താണ്? ഈ അപ്പൻ വളരെ ബഹുസമ്പന്നനാണ്, രാജാവാണ്. മക്കൾ രാജകുമാരന്മാരാണ്. അപ്പന്റെ മടിത്തട്ടിൽ ഇവർ കളിച്ചു വളർന്നു. എന്നാൽ അവർ യൗവനയുക്തനായിരുന്നപ്പോൾ ഇളയ മകൻ, 100 കണക്കിന് വേലക്കാരുടെ ശുശ്രൂഷയുണ്ട്. പക്ഷെ യൗവനയുക്തരായിട്ട് തീർന്നപ്പോൾ ഇളയ മകൻ അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്ക് തരേണ്ടുന്ന സ്വത്ത് ഇങ്ങ് തരണം എന്ന് പറഞ്ഞു. അപ്പൻ ആ സ്വത്ത് ഭാഗം ചെയ്ത് അവന് കൊടുക്കേണ്ട വീതം അവന് കൊടുത്തു വിട്ടു. അവനത് വിറ്റ് പണസഞ്ചിയിലാക്കി അവൻ ദൂരദേശത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പനിൽ നിന്ന് എത്രമാത്രം അകലെ പോകാമോ അത്രമാത്രം അകലെ പോയി. അങ്ങനെ ദൂരദേശത്ത് പോയിട്ട് അവന്റെ പണം മുഴുവൻ തൂർത്തടിച്ചു. അവൻ മദ്യപാനത്തിലും വെറിക്കൂത്തിലുമായിട്ട് അവന്റെ സമ്പത്ത് മുഴുവൻ തീർന്നു. ഒരു ചില്ലിക്കാശ് പോലും ഇല്ലാത്ത ദരിദ്രനായിട്ട് തീർന്നു. അവനായിരുന്ന ദൂരദേശത്ത് ക്ഷാമവും പടർന്നു പിടിച്ചു. അവനൊരു ജോലി അന്വേഷിച്ചപ്പോൾ അവനൊരു പന്നി ഫാമിൽ ജോലി കിട്ടി. അതേ പ്രിയപ്പെട്ട രാജകുമാരനായിരുന്ന അപ്പന്റെ മടിത്തട്ടിൽ കളിച്ചു വളർന്ന 100 കണക്കിന് വേലക്കാരുടെ ശുശ്രൂഷ ഏറ്റ ഇവന് ഇന്നൊരു പന്നിക്കൂട്ടിൽ പന്നിയെ തീറ്റുന്ന ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. അവന് വിശന്നിട്ട് പന്നി തിന്നുന്ന ഭക്ഷണം കഴിപ്പാൻ അവൻ ആഗ്രഹിച്ചു. അതേ പ്രിയപ്പെട്ട ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ജന്തുക്കളിൽ ഒന്നാണ് ഈ പന്നി. ആ പന്നിയുടെ നികൃഷ്ടമായിരിക്കുന്ന ഭക്ഷണം പോലും അവൻ കഴിപ്പാൻ ആഗ്രഹിച്ചുവെങ്കിലും ആ പന്നിയുടെ യജമാനൻ അവനത് കൊടുത്തില്ല. നോക്ക് പ്രിയപ്പെട്ടവരെ, ഈ സമ്പന്നനായിരിക്കുന്ന ഈ രാജകുമാരനായിരിക്കുന്നവൻ ഇപ്പോൾ ഈ പന്നിക്കൂട്ടിൽ പട്ടിണി കിടക്കുന്നതിന്റെ ഉത്തരവാദി അവന്റെ അപ്പനാണോ? അല്ല. നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. നമ്മുടെ കഴിഞ്ഞകാല ജീവിതം കൂടെ ചിന്തിക്കണം. ഞാൻ ഇന്ന് ഈ ദുസ്സഹമായിരിക്കുന്ന വേദനയിൽ കൂടെ കടന്നു പോകുന്നതിന്റെ കാരണം എന്റെ ദുർനടപ്പാണ്, എന്റെ പാപമാണ്, ദൈവത്തെ ഞാൻ അറിയാഞ്ഞത് കൊണ്ടാണ്. എന്നാൽ ഈ മകന് ഈ രാജകുമാരൻ ഈ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നതിന്റെ കാരണം അവൻ ചെയ്ത ആ അപ്പനിൽ നിന്ന് അകന്നു പോയതുപോലെ പ്രിയപ്പെട്ട സർവ്വഭൂമിയും കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടെ കടന്നു പോയതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ ഭൂമിയിൽ ദൈവത്താൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. കുരങ്ങ് രൂപാന്തരം ചെയ്തല്ല മനുഷ്യനുണ്ടായത്. ദൈവം തന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യന് ദൈവം ജീവനെ കൊടുത്തു. അവരിൽ നിന്ന് തന്നെ ദൈവം ഭാര്യയെ കൊടുത്ത് സന്താന പുരുഷനുള്ളവരായിട്ട് ഭൂമി നിറയുവാൻ കൽപ്പിച്ചു. നിങ്ങൾ സത്യം വെച്ച് കേൾക്കണം. മരിച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും കണ്ടുമുട്ടുന്ന ദിവസമുണ്ട്. മരിച്ചതിന് ശേഷം സുവിശേഷ പ്രസംഗത്തിൽ നിങ്ങൾ എന്താണ് കണക്ക് തീർക്കുന്ന നാളുണ്ട്. അന്ന് സത്യദൈവമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ലോകാവസാന ദിവസം എല്ലാവരും കല്ലറകളെ വിട്ട് ദഹിപ്പിച്ച ശാരത്തിൽ നിന്ന് ഇതേ രൂപത്തിൽ ഉയർത്തെഴുന്നേക്കുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നലെ ജനിക്കുകയും നാളെ മരിച്ചു പോവുകയും ചെയ്യുന്ന പുഴുതുല്യമായിരിക്കുന്ന ആഴ്ച നിങ്ങൾ അഹങ്കരിക്കല്ലേ. നിങ്ങൾ ഉന്നത പാപം കാണിച്ച് നിങ്ങളുടെ രക്ഷകനെ തള്ളിക്കളയല്ലേ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ അനവധി കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ കൂടെ അല്പമായിട്ടൊന്ന് പറയുവാൻ ഞങ്ങൾക്ക് കഴിയും. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ മകനായിട്ട് ആയി സൃഷ്ടിക്കപ്പെട്ട ആദം എന്ന് പറഞ്ഞ ഏക വ്യക്തി അവൻ പാപം ചെയ്ത് ദൈവത്തെ തള്ളിക്കളയുകയും അവൻ ദൈവത്തിന്റെ പിതൃത്വത്തെ തള്ളി അപ്പൻ എന്നുള്ള പദവിയിൽ തള്ളി അവൻ സാത്താനെ അംഗീകരിച്ച് സാത്താനെ അപ്പനായിട്ട് രൂപാന്തരം ചെയ്യപ്പെടുകയും ചെയ്തു. ആ പാപിയായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ ശത്രുവായിട്ട് തീർന്നു. ഈ സർവ്വഭൂമിയും ദൈവം മനുഷ്യന് കൊടുത്താണ്. അവൻ ഇങ്ങനെ മനുഷ്യനെ അനുഗ്രഹിച്ചിരുന്നു. ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും സമുദ്രത്തിലെ ജീവജന്തുക്കളുടെ മേലും
നിലത്തെഴയുന്ന ഉരകജാതികളുടെ മേലും നിങ്ങൾ വാണുകൊള്ളുവിന്. എന്നാൽ ആ മനുഷ്യൻ പാപം ചെയ്യുന്ന ആള് ദൈവം കൊടുത്ത സകല ഭൂമിയും സകല ജീവജാലങ്ങളും സകല അധികാരങ്ങളും സാത്താന്റെ കീഴില് അവൻ താഴ്ത്തിക്കൊടുത്തു. അങ്ങനെ ഈ ഭൂമി വാഴുന്നത് സാത്താനായിട്ട് തീർന്നു. സാത്താന്റെ സന്തതിയായിട്ട് തീർന്ന ആ ഏകപുരുഷന്റെ രക്തത്തിൽ എത്ര പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ജനിച്ചത്. നമ്മൾ ഹിന്ദുക്കളായി പോയി, ക്രിസ്തീയ മതവിശ്വാസികളായി പോയി, ചിലരെന്താണ് മുസ്ലിംകളായി പോയി. നമ്മൾ ആരോഗ്യമുള്ളവരും ഇല്ലാത്തവരും രോഗികളുമായിട്ട് തീർന്നിരിക്കുന്നു. എവിടെ നോക്കിക്കഴിഞ്ഞാലും വയലൻസുകളാണ്, എവിടെ നോക്കിക്കഴിഞ്ഞാലും കണ്ണുനീരും നിലവിളിയുമായിട്ട് തീർന്നിരിക്കുന്നു. കാരണം ഈ ഭൂമി വാഴുന്നത് ദൈവമല്ല, സാത്താൻ അത്രയും. സാത്താൻ കടന്നു വരുന്നത് എന്താണ്? കള്ളൻ വരുന്നത് എന്തിനാണ്? മോഷ്ടിപ്പാനും മുടിപ്പാനും അറപ്പാനും അല്ലാതെ പിശാചി വരുന്നില്ല. അങ്ങനെ സർവ്വഭൂമിയും പിശാചിന്റെ അധികാരത്തിൽ കിടന്നുകൊണ്ട് ഒരൊറ്റ പുരുഷന്റെ രക്തത്തിൽ നിന്ന് ജനിച്ച നമ്മൾ പല ജാതികളായിട്ട് പല വർണ്ണങ്ങളായിട്ട് പലതിനെയും ആരാധിച്ച് ദൈവം ആരെന്ന് തിരിച്ചറിയാതെ എല്ലാവരും മരിച്ച് നരകാഗ്നിയിലേക്ക് ഒടുങ്ങി പോകുമ്പോൾ ലോകാവസാന ദിവസമായിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമായിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ദൈവം ഭരിക്കുന്ന സ്വർഗത്തിൽ എന്നേക്കും വാഴുവാനായിട്ട് നിത്യജീവനെ നൽകി തരുവാനായിട്ട് ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തു ആരാണ് നിങ്ങൾക്ക് അറിയാമോ? ഈ യേശു ക്രിസ്തുവിനാൽ അത്രയും ലോകം സൃഷ്ടിക്കപ്പെട്ടത്. അവൻ ആകാശം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നവനാണ്. ഈ ക്രിസ്തുവിനാൽ അത്രയും ലോകം സൃഷ്ടിക്കപ്പെട്ടത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അങ്ങനെ സകല ഭൂമിയെയും സൃഷ്ടിച്ചവനായിരിക്കുന്ന സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചവനായിരിക്കുന്ന ഈ ക്രിസ്തു ലോകാവസാനത്തിൽ ഒരു മനുഷ്യനായിട്ട് താഴേക്ക് ഇറങ്ങി വന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മുമ്പിൽ ഒരു കോടതിയുണ്ട്. ആ കോടതിയിൽ ഒരു ദൈവത്തിന്റെ നിയമമുണ്ട്. ആ നിയമപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ആ നിയമപുസ്തകം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപം ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു കൊള്ളണം, ഇതിനൊരു ശിക്ഷാവിധിയുണ്ട്. ദൈവവചനമായിരിക്കുന്ന ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന യൗവനക്കാരെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളെ ആഗ്രഹിക്കുന്ന എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷെ നിന്നെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിചാരിച്ചോളുവിന്. ഹൃദയത്തിന്റെ ആഗ്രഹത്തിനൊത്തവണ്ണം പാപം ചെയ്യുന്നവരെ അവസാനം മരിച്ചതിന് ശേഷം നീ കല്ലറകളെ വിട്ട് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടെന്നും നിന്റെ സകല രഹസ്യങ്ങൾക്കും ശിക്ഷ വിധിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോളുവിന്. ഇത് ഞങ്ങൾ പറയാതെ നിങ്ങൾ എങ്ങനെ അറിയും? പ്രിയപ്പെട്ടവരെ, എന്റെ പേര് വിജയഗോപാല്. ഞാൻ റാന്നി സ്വദേശി, ഹിന്ദു മതവിശ്വാസി. ഈ ഉപദേശിമാരെ പരിഹസിച്ചും കളിയാക്കി നടന്നവനെ കൈവച്ചിട്ടില്ല. അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ പ്രിയപ്പെട്ട, ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ഉപദേശിമാരെ ഞാൻ തല്ലുകയും ചെയ്യുമായിരുന്നു. എന്നാൽ എന്റെ അഹങ്കാരം കൊണ്ടും ഉന്നത ഭാവം കൊണ്ടും ബഹളഹൃദയം കൊണ്ടും സുവിശേഷത്തെ തള്ളിക്കളഞ്ഞ് ഞാൻ അഹങ്കാരിയായിട്ട് ജീവിച്ചത് വഴിയും 23 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സന്ധ്യാസമയത്ത് ആത്മഹത്യ ചെയ്യുവാൻ ഒരു തൊട്ട് കയറിൽ പിടിച്ചവനാണ്. പക്ഷെ ആ സന്ധ്യാസമയത്ത് ആ കയറിന്റെ കഴുത്തിലേക്ക് കുരുക്കാക്കുന്നതിന് മുമ്പ് ഇതാ ഒരു ഉപദേശി എന്നെ തേടി വന്ന് ഞാൻ പരിഹസിച്ച ഉപദേശി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ പുറമേ സന്തോഷവാനാണ്, നിന്റെ ഉള്ളം മരിച്ചാൽ മതി എന്നായിട്ടില്ലയോ? ഞാൻ പറഞ്ഞു, മരിപ്പാൻ തീരുമാനിച്ചിരിക്കുന്നു. അന്ന് അദ്ദേഹം യേശു ക്രിസ്തുവിന്റെ ഒരു വചനം പറഞ്ഞു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കളഞ്ഞിട്ടും കർത്താവിനെ തള്ളിയില്ല, കർത്താവിനെ നിഷേധിച്ചിട്ടും കർത്താവിനെ നിഷേധിച്ചില്ല. ആ ദൈവസ്നേഹം എന്നെ പിടിച്ചത് വഴി 21 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ കർത്താവിന്റെ ദൂത് അറിയിപ്പാനായിട്ട് നിർത്തിയിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഉന്നത ഭാവം വേണ്ട. പ്രിയപ്പെട്ടവരെ, ഉന്നത ഭാവവും ഹൃദയം വേണ്ട. ഒരു ശ്വാസം മാത്രമേ അല്ലേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ് ചാകാനുള്ള ആയുസല്ലേ നമുക്കുള്ളൂ. പക്ഷെ നമ്മുടെ ഉന്നത ഭാവങ്ങൾ സാത്താനിൽ നിന്ന് വരുന്നു, നമ്മുടെ പാപത്തിൽ നിന്ന് വരുന്ന. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞ പോലെ ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയാണ്? യഥാർത്ഥത്തിൽ സത്യദൈവം ആരാണ്? കേട്ടോളും പ്രിയപ്പെട്ടവരെ. ആ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ സ്വയം ചുമന്നുകൊണ്ട് ആ ദൈവ നിയമത്തിന് മുമ്പിൽ എനിക്കും നിനക്കും പകരക്കാരനായിട്ട് മരിക്കുകയാണ്. നീ ഇന്നിപ്പോൾ കള്ളുഷാപ്പിൽ ഇരിക്കുകയായിരിക്കാം, നീ ഇപ്പോൾ പ്രതികാര ചിന്തയിലായിരിക്കാം, നീ ഇപ്പോഴെന്താണ് ആ യേശു ക്രിസ്തുവിനെ നിഷേധിച്ചുകൊണ്ട് ഇവന്മാർക്ക് വേറെ ഒരു പണിയുമില്ലെന്ന് ചോദിച്ച് ഞങ്ങളെ ഹൃദയത്തിൽ നിഷേധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലിരിക്കുന്ന കർത്താവ് നിന്റെ ഹൃദയ വിചാരങ്ങളെ അറിയുന്നു. അവൻ പറയുന്ന, എന്റെ കുഞ്ഞെ, നീ ഒന്ന് ചെവി കൊടുക്കടാ, നിനക്ക് ചെവി ഞാൻ തന്നിട്ടില്ല, ഒന്ന് ചെവി കൊടുക്കടാ. നിന്നെ സ്നേഹിച്ചിട്ട് നിനക്ക് വേണ്ടിയിട്ടല്ലയോ ഇവർ വന്ന് ഇവിടെ ഘോഷിക്കുന്നത്? റാന്നിയിൽ നിന്ന് ഇത്രയും ഓടി വന്ന് നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ആ യേശു ക്രിസ്തുവിലേക്ക് നോക്കുവേൻ. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമിലും ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ അവൻ നട്ടുചവയിൽ തൂങ്ങിക്കിടന്നുകൊണ്ട്, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്റെ നിലവിളിച്ചുകൊണ്ട് തന്റെ പ്രാണനെ ഉപേക്ഷിച്ച് കളയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെയും ദൈവം സ്നേഹിച്ചത് ഇങ്ങനെയാണ്.
പറയുകയാണ്, നീ മരിക്കേണ്ടതിന് പകരം കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. നീ മരിക്കേണ്ടതിന് പകരം യേശുക്രിസ്തു ദൈവപുത്രൻ നിനക്ക് പകരക്കാരനായിട്ട് നിന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റിരിക്കുന്നു. ഇതിനാണ് ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്നത്. നിന്നെ വീണ്ടും ദൈവത്തിലേക്ക് തിരിപ്പാനും നിന്റെ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും സമാധാനം വരുവാനും. പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊക്കെ എന്താണ്, ഞങ്ങൾ ഇങ്ങനെ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നവര്, ഞങ്ങൾക്ക് കയ്യിൽ ഒരു ചരിത്രമുണ്ട്. കള്ളുകുടിയന്മാരും ദാന്തോന്നികളും ദുർനടപ്പുകാരും ആർക്കും വേണ്ടാത്തവരും കൊലപാതകളും ഒക്കെയുമായിരുന്നു ഞങ്ങള്. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞത് വഴി അവൻ ഞങ്ങളുടെ സകല പാപങ്ങളും മായ്ച്ചു കളഞ്ഞു. എന്റെ കുഞ്ഞെ, നിന്റെ പാപം അത്രേ നിന്റെ എല്ലാ പ്രശ്നത്തിനും കാരണം. നിന്റെ പാപം അത്രേ നിന്റെ സകല ദുഃഖത്തിനും കാരണം. ആ പാപത്തിൽ നിനക്ക് മോചനം നൽകി തരുവാൻ യേശുക്രിസ്തുവിന്റെ രക്തമുണ്ട്. അതിലേക്ക് നീ ആശ്രയിച്ച് പാപമോചനം നേടുന്ന നാളിൽ നിങ്ങൾക്ക് സമാധാനം വരും. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ചെയ്ത തെറ്റുകള് ഇന്ന് ദൈവസന്നിധിയിലില്ല. അതെല്ലാം കർത്താവിന്റെ രക്തത്താൽ മായ്ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തോടും മനുഷ്യരോടും ഞങ്ങൾക്ക് ഒരു ശുദ്ധമായിരിക്കുന്ന മനസ്സാക്ഷിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആകിയാൽ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പാപം സ്വയം ചുമലിലെത്തിക്കൊണ്ട് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവൻ ഒരു മനുഷ്യനായിട്ട് തന്നെത്താൻ താഴ്ത്തി നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റത് വഴി അവൻ കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ നമ്മളെ പാപത്തിന്റെ അടിമത്തത്തിലാക്കിയിരുന്ന സാത്താന്റെ അധികാരങ്ങളെ തകർത്ത് കളഞ്ഞ് അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടുകയും യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലാണ് സാത്താന്റെ മേൽ യേശുക്രിസ്തു ജയം പ്രാപിക്കുന്നത് എന്ന് മാത്രമല്ല, അന്ന് വരെ നമ്മളെ പാപത്തിന്റെ ചങ്ങലയിൽ അടയ്ക്കപ്പെട്ട സാത്താന്റെ അധികാരങ്ങളെ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുക്രിസ്തു തിരികെ വാങ്ങി. നിങ്ങളെ ആരെങ്കിലും ഇന്ന ദിവസം മരിക്കുമെന്ന് ആരെങ്കിലും പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട, വിധിക്ക് കീഴടങ്ങേണ്ട ആവശ്യമില്ല. വിധിയെ നിയന്ത്രിക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളുള്ളവനാണ്. അവൻ എന്താണ്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലെത്തിയവനാണ്. ആ യേശുക്രിസ്തു മരിച്ചു, അവൻ അടക്കപ്പെട്ടു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി ആ യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരും. പ്രിയപ്പെട്ട, യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയം ഏകദാണ്ട് അടുത്തിരിക്കാല് നിങ്ങളോടുള്ള അവന്റെ ദൂതം അറിയാമോ? ആ യേശുക്രിസ്തു നാളെ ഇനി അടിയേൽക്കാനല്ല, ഇനി തുപ്പലേൽക്കാനല്ല, ഇനി പാപികളുടെ കരകളിൽ നിന്ന് നിന്നേൽപ്പാനല്ല, അവനിനി ഭൂമിയുടെ ഏകാധിപതിയായിട്ട് അവൻ മടങ്ങി വരുമ്പോൾ എന്നാണ്, സകല മുഴങ്കാലും എന്റെ മുമ്പിൽ മടങ്ങും, സകല നാവും യേശുക്രിസ്തു കർത്താവിന്റെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഏറ്റുപറയുന്ന ആ വലുതും ഭയങ്കരവുമായിരിക്കുന്ന ആൾ അടുത്തിരിക്കാല് നിങ്ങളെ അവൻ സമാധാനത്തോടെ കാണേണ്ടതിന് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നെ പ്രസാദിപ്പിക്കാൻ നിന്റെ പൊന്നും വെള്ളിയും എനിക്ക് വേണ്ട, നിന്റെ സമ്പത്തും എനിക്ക് വേണ്ട, നീ എന്താണ് നിന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുകയും വേണ്ട, പിന്നെന്താണ് ചെയ്യേണ്ടതെന്നറിയാമോ? അവൻ പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടണം. നീ കടത്തിന്നയ്ക്കോ നീ കള്ള് ഷോപ്പിലോ എവിടെയെങ്കിലും ഇരുന്നോട്ട് നീ മാനസാന്തരപ്പെടണമെന്നാണ് ദൈവം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നേ വരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത ഞാൻ ചോദിക്കട്ടെ, പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ മതവിശ്വാസികൾ ഉൾപ്പെടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് അനുവർത്തിച്ചു വരുന്ന ഏതെങ്കിലും ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം നൽകി തരുവാൻ കഴിഞ്ഞിട്ടോ? നിങ്ങളുടെ പുരോഹിതന്മാർ ചെയ്യുന്ന ഏതെങ്കിലും ശുശ്രൂഷകൾക്ക് നിങ്ങൾക്ക് ആനന്ദം നൽകി തരുവാൻ കഴിഞ്ഞോ? ഇല്ല. രാഹുകാലത്തിന് പോലും രക്ഷിപ്പാൻ നമ്മുടെ മതഭക്തിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ മാനസാന്തരം എന്ന് പറയുന്നത് നിങ്ങളുടെ മതഭക്തിയും പാരമ്പര്യം പുരോഹിതന്മാരെയും തള്ളിക്കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് രാജാവായിട്ട് വരുന്ന ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ഏക ദൈവമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ദൈവപ്രമാണത്തിലേക്ക് വരുന്നതാണ് മാനസാന്തരം. അതിനുശേഷം നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് നിങ്ങൾ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്നാനമേൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തരും. പാപികളായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയാന്ത ഭാഗത്തേക്ക് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നൽകി തരുമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് നമ്മളെ മരണത്തിൽ നിന്ന് രക്ഷിക്കും. യേശുക്രിസ്തുവിനെ കല്ലറയിൽ അടക്കപ്പെട്ടെങ്കിലും അവൻ മൂന്നാം ദിവസം കല്ലറകളെ വിട്ട് ഉയർത്തെഴുന്നേറ്റത് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടാണ്. ഇതേ ആത്മാവിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് പ്രിയപ്പെട്ടവരെ, നമ്മളും നാളെ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ഈ കല്ലറകളെ വിട്ട് നമ്മളും എന്താണ് പുതിയൊരു ശരീരം ധരിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരും. ആകയാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തു മടങ്ങി വരുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് അവരിലേക്ക് തിരിഞ്ഞ് അവന്റെ ആ രക്തത്താലുള്ള പാപമോചനം നേടി ദൈവത്തിന്റെ മക്കളും വിശ്വത്തിനുമായിട്ട് അവന്റെ മുമ്പിൽ കാണപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മൾ മാനസാന്തരപ്പെട്ട് കടന്നു വന്നു കഴിഞ്ഞാലോ, നമ്മൾ ഇന്ന് മരിക്കുകയോ യേശുക്രിസ്തു മടങ്ങി വരികയോ ചെയ്താൽ അവൻ നമ്മുടെ ദ്രവിച്ചു പോകുന്ന ശരീരം മാറ്റി തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം തരികയും 1000 വർഷം നമ്മൾ യേശുക്രിസ്തുവോടുകൂടെ ഭൂമിയിൽ വാഴുകയും അതിനുശേഷം ലോകാവസാനത്തിൽ സ്വർഗത്തിലേക്ക് പറന്നു പോവുകയും ചെയ്യും. ഇല്ല, നമ്മളിത് നിഷേധിക്കുന്ന പ്രിയപ്പെട്ട ക്രിസ്തുവിനെ നിഷേധിക്കുന്നവർ ക്രിസ്തീയ മത പുരോഹിതന്മാരുൾപ്പെടെ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ ഇന്നേക്ക് 1000 വർഷം കഴിയുന്നതെന്ന് ലോകം അവസാനിക്കുമെന്നും അന്ന് എന്റെ പ്രസംഗം കേട്ട് ഓരോരുത്തരും മനം തിരിയാതെ ക്രിസ്തുവിനെ കൂടാതെ മരിച്ചാല് ആ ലോകാവസാനത്തെ ദിവസങ്ങൾ നിങ്ങൾ ഇതുപോലെ എഴുന്നേറ്റ് വന്ന് യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവനെ നിഷേധിച്ചത് വഴി അവൻ നമ്മളെ രഹസ്യങ്ങളെയും പാപങ്ങളെയും പരസ്യപ്പെടുത്തി അവൻ നമ്മളെ നിത്യമായിരിക്കും നരകത്തിയിലേക്ക് തള്ളിക്കളഞ്ഞാല് അന്ന് ആകാശമില്ല, ഭൂമിയില്ല, സൂര്യചന്ദ്രൻ നക്ഷത്രം
നക്ഷത്രാദികളുമില്ല. യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ ഉന്നത ഭാവമുള്ളവരെ നീ നിൽക്കുന്ന നാളില് നിന്റെ നകളിച്ച കണ്ണുകൾ താഴും, നിന്റെ ഉന്നത ഭാവം നിലംപരിശാകും. അവൻ നമ്മളെ നരകാഗ്നിയിലേക്ക് തള്ളിക്കളഞ്ഞാൽ നരകത്തിൽ നമ്മളെ വീണ്ടെടുപ്പാൻ പുരോഹിതന്മാരുടെ ശുശ്രൂഷയ്ക്ക് പറ്റത്തില്ല. അവരുടെ തൂവ പ്രാർത്ഥനയ്ക്കോ അടിയന്തരങ്ങൾക്കോ നമ്മളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. ഒരു നാളും തീർന്നു പോകാത്ത നരകാഗ്നിയിലേക്ക്, ഒരു നാളും തീർന്നു പോകാത്ത, എത്ര കോടി വർഷം കഴിഞ്ഞാലും തീർന്നു പോകാത്ത നരകവിധിയിലേക്ക് എന്നേക്ക് നമ്മൾ വെന്തരിയും. അത് ഒഴിവാക്കുവാൻ മാനസാന്തരപ്പെടുവിന് സകല ജാതികളോടും ഘോഷിച്ചുകൊണ്ട് യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞുകൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുന്നു.